ഉത്തരേന്ത്യൻ ഭക്ഷ്യവിഭവങ്ങളോടൊപ്പം കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ കേരള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കെ.വി. തോമസിന്റെ കത്ത്. ഇപ്പോൾ ഉത്തരേന്ത്യൻ ഭക്ഷ്യവിഭവങ്ങളാണ് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിലെ യാത്രക്കാർക്ക് നൽകി വരുന്നത്. കേരളത്തിന്റെ വിഭവങ്ങൾ വിദേശ ടൂറിസ്റ്റുകളെ പോലും ആകർഷിക്കുന്ന സന്ദർഭത്തിൽ കേരള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്നാണ് കെ.വി. തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടതായി കെ.വി. തോമസ് അറിയിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വിവിധ സ്റ്റേഷനുകളിൽ ഏതാനും മിനിറ്റുകൾ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഇറങ്ങാനും കയറാനും ഒരേ വാതിൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും കെ.വി. തോമസ് ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന്റെ തെക്കുവടക്കാണ് ഓട്ടമെങ്കിലും വന്ദേ ഭാരത് എക്സ്പ്രസിൽ നൽകുന്നത് ഉത്തരേന്ത്യൻ ഭക്ഷണമാണ്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെയും തിരിച്ചും പ്രതിദിനം ഓടുന്ന വന്ദേ ഭാരതിൽ മലയാളികളുടേതല്ലാത്ത ഭക്ഷണം നൽകുന്നത് വ്യാപക പരാതിക്കിടയാക്കുന്നു. വടക്കേ ഇന്ത്യക്കാർ കരാറുകൾ എടുക്കുന്നതിനാലാണ് അവർ തരുന്നത് കഴിച്ചുകൊള്ളണമെന്ന അവസ്ഥയെന്നാണ് പരാതി. ഭക്ഷണപ്പൊതിയിൽ ചത്ത പാറ്റയെ കണ്ടെത്തിയെന്ന പരാതിയാണ് ഏറ്റവും ഒടുവിലായി ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അശ്വിനി വൈഷ്ണവ്, ജബൽപൂർ GRM, സെൻട്രൽ റെയിൽവേ റെയിൽ മന്ത്രാലയം, IRCTC എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു യാത്രക്കാരന്റെ എക്സിലെ പോസ്റ്റ്. ഇത് വൈറലായതോടെ ക്ഷമാപണവുമായി IRCTC രംഗത്തെത്തിയിരുന്നു. ദുരനുഭവത്തിന് ക്ഷമ ചോദിക്കുകയും വിഷയം ഗൗരവമായി കാണുകയും ബന്ധപ്പെട്ട സേവനദാതാവിന് കനത്ത പിഴ ചുമത്തുകയും ചെയ്തു. മാത്രമല്ല, നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന മറുപടിയാണ് IRCTC നൽകിയത്. പരാതികൾക്ക് സ്ഥിരം നൽകുന്ന മറുപടിയാണിതെന്നും കൂടുതലായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്നുമായിരുന്നു ഇതിന് സോഷ്യൽ മീഡിയയിലെ മറുപടി. ഉച്ചയ്ക്കും രാത്രിക്കുമുള്ള ഭക്ഷണമാണ് മലയാളിക്ക് പ്രിയമല്ലാത്ത രുചിയിൽ നൽകുന്നത്. പൊന്നരിയുടെ കുറച്ച് ചോറും 2 ചപ്പാത്തിയുമാണ് ഇതിലുണ്ടാവുക. പൊന്നയരി ചോറ് കഴിക്കുന്ന മലയാളികൾ കുറവാണ്. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ 2 ചെറിയ ചിക്കൻ കഷ്ണം ഉണ്ടാവും. വെജിറ്റേറിയൻ ആണെങ്കിൽ ഹിന്ദിയിൽ ദാൽ എന്നറിയപ്പെടുന്ന പരിപ്പ് കറിയും പനീറുമായിരിക്കും. പ്രഭാത ഭക്ഷണമായി 2 കഷ്ണം ബ്രെഡും ഓംലറ്റുമാണ് പ്രധാനമായി നൽകുന്നത്. നോൺ വെജിറ്റേറിയൻ തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇത്. അല്ലാത്തവർക്ക് ഉപ്മാവാണ്. പ്രഭാത ഭക്ഷണത്തിനൊപ്പം ക്യാരറ്റും ഗ്രീൻ പീസും ഉണ്ടാകും. പക്ഷേ ഇവ മതിയായി വേകാത്തതാണെന്നും പരാതിയുണ്ട്. IRCTC ആണ് ഭക്ഷണ വിതരണത്തിന്റെ കരാറുകൾ നൽകുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ കേരളത്തിലെ വന്ദേ ഭാരതിൽ 80% പേരും ഭക്ഷണം കൂടി ചേർത്തുള്ള ടിക്കറ്റാണ് എടുക്കുന്നത്. വന്ദേ ഭാരത് തീവണ്ടിയിൽ ചുരുങ്ങിയ യാത്രാ ടിക്കറ്റിനൊപ്പം ലഭിക്കുന്നത് 65 രൂപയുടെ ഭക്ഷണമാണ്. മുഴുവൻ സമയ യാത്രക്കാരന് 350 രൂപയുടെ ആഹാരം വണ്ടിക്കുള്ളിൽ കിട്ടും. ഒരേ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിലും ചെയർ കാർ, എക്സിക്യൂട്ടീവ് കാർ എന്നിവയിൽ ഭക്ഷണത്തിന് വ്യത്യസ്ത നിരക്കാണ്. ചെയർ കാറിൽ ചുരുങ്ങിയ ദൂരത്തെ യാത്രയ്ക്ക് 65 രൂപയുടെയും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 105 രൂപയുടെയും ആഹാരം നൽകും. ദീർഘയാത്രയായ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ 290 രൂപയുടെ ഭക്ഷണം IRCTC നൽകും. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഇതിന് 350 രൂപ വരും. ഇതിൽ ജ്യൂസ് അടക്കമുള്ള മെനു അധികമുണ്ടാവും. വന്ദേ ഭാരതിൽ പാൻട്രി കാർ ഇല്ല. ആഹാരം ബേസ് സ്റ്റേഷനുകളിൽ നിന്ന് എത്തിക്കും. ചൂട്, തണുപ്പ്, ആവശ്യമായ ആഹാരം വണ്ടിക്കുള്ളിലെ അറകളിൽ സൂക്ഷിക്കും. ആവശ്യമായ ഭക്ഷണവും വിതരണം ചെയ്യും. ഭക്ഷണം ഉൾപ്പെടുത്താതെയും ടിക്കറ്റ് എടുക്കാം. വെള്ളവും ഒരു പത്രവും എല്ലാ യാത്രക്കാരനും ലഭിക്കും. ലോക്കോ പൈലറ്റുമാർക്കും ഭക്ഷണം വേണമെങ്കിൽ പണം നൽകേണ്ടി വരും. മെനു പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചെന്നൈയിൽ ഓടുന്ന വന്ദേ ഭാരതിന് തുല്യമായിരിക്കും. ചെന്നൈ മൈസൂരു വന്ദേ ഭാരതിൽ പുലർച്ചെ 5:50 ചായ, കാപ്പി, ബിസ്ക്കറ്റ്, പിന്നീട് പ്രഭാത ഭക്ഷണം ഇഡ്ലി, വട തുടങ്ങിയവ. നോൺ വെജ് വിഭാഗത്തിൽ ബ്രെഡ് ഓംലെറ്റ്, കട്ട്ലെറ്റ് മുതലായവ. പിന്നീട് ഒരു കൂൾ ഡ്രിങ്ക്സ്. ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രയിൽ വൈകിട്ട് ചായ, കാപ്പി, ബിസ്ക്കറ്റ്. രാത്രി ലഘുഭക്ഷണവുമാണ് നിലവിൽ വന്ദേ ഭാരതിന്റെ മെനു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.